മനോജ് ഗോവിന്ദ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, പറയൂ. നമ്മൾ സാധാരണ ഒരു ക്ലിഷയാണെങ്കിലും എവറിഥിങ് ഈസ് ഫയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാണല്ലോ പറയാറുള്ളത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധമായിട്ട് തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നടക്കുന്നത് മുഴുവൻ അവര് നോക്കുന്നത് റിസൾട്ടിനെ കുറിച്ച് മാത്രമാണ്. 2047 കുറിച്ചിട്ടാണ് നമ്മളുടെ നാടിന്റെ 47 കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചാൺ വയറിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് ഈ ക്രിമിനലിസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭരണം മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഈ 18 വയസ്സിനും ഒരു 28 വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ യുവാക്കളുടെ ഇടയില് അവരുടെ ഇടയിൽ ഏത് തരത്തിലെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും ഇവിടുത്തെ ആർക്കും അറിഞ്ഞുകൂടാ. അവരിൽ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതത്തിനെ സ്നേഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പുതിയൊരു രീതി തന്നെ ഇവിടെ വരും. അതിന് നമുക്ക് മനോജ് ഗോവിന്ദ്, വളരെയധികം നന്ദി. പി കൃഷ്ണദാസ് ലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നോക്കൂ, ഇങ്ങനെ പിഷാരടി ഒരു വിവാദ സാരഥിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ BJP പ്രവർത്തകർ തടയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പ്രശോഭ് എന്നയാൾ പ്രചാരണ രംഗത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു. മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായി അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. പ്രശോഭ് ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ഒളിവിൽ പോകുന്നു. പ്രശോഭിൻ്റെ അച്ഛനെതിരെയാണ് യുവതി ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്. അച്ഛൻ പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നു. അങ്ങനെ കോൺഗ്രസിന് പാലക്കാട് അടക്കം വോട്ട് ചോദിക്കാൻ ഒപ്പമിറങ്ങാൻ വേറെ ആളെ കിട്ടാനില്ലെന്നാണോ? പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വലിയ തരത്തിൽ വിവാദമായ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പാലക്കാട് ഈ തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി എത്ര ആരോപണങ്ങളാണ് വന്നത്. ഒരു ആരോപണമല്ലല്ലോ. നമുക്ക് കേവലം ഉണ്ടാകുന്ന ഒരു ആരോപണത്തെ കുറിച്ചാണെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടക്കുന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് തുടരെ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ പാലക്കാട് കഴിഞ്ഞ തവണ UDF മത്സരിപ്പിച്ച ജയിപ്പിച്ച MLA ആക്കിയ ആളെ കുറിച്ച് എത്ര കേസുകളാണ് പുറത്തു വന്നത്. ഇപ്പോഴും ആ MLA തന്നെയാണല്ലോ UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതും അവിടെ നടപടികൾ നടത്തുന്നതും അവിടെ ജനങ്ങളെ സ്വാധീനിക്കാനും ഈ തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിക്കുന്നത് ആ MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അപ്പൊ UDFനെ സംബന്ധിച്ച് പാലക്കാട് അസംബ്ലി മണ്ഡലം എന്നുള്ളത് ഒരു വലിയ ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രമാക്കി നിലനിർത്തുക, അഴിമതിക്കാരുടെ കേന്ദ്രമായി നിലനിർത്തുക, ഈ തരത്തിലുള്ള ആളുകളെ അവരെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതിന്റെ ഭാഗമാണ്. അങ്ങനെ സംരക്ഷിച്ചതിന്റെ ഫലമാണ് അവിടുത്തെ MP ആയിരുന്ന ആളുകൾ ഈ തരത്തിൽ MLAയെ സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് MLAക്ക് ഇപ്പോൾ കൗൺസിലറെ സംരക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ താഴെ തട്ട് മുതൽ MP-യിൽ നിന്ന് താഴേക്ക് MLA സംരക്ഷിക്കുമ്പോൾ MLA കൗൺസിലറെ സംരക്ഷിക്കാൻ ഈ തരത്തിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് ഫലമായിട്ടാണ് പാലക്കാട് സാധാരണക്കാരുള്ള സ്ത്രീകൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. അദ്ദേഹം ഉയർത്തിയ വാചകം തന്നെ പ്രധാനപ്പെട്ടതല്ലേ. നേരത്തെ നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടുള്ള പ്രേക്ഷകൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അതൊരു വ്യക്തിപരമായ കാര്യമാണ്. രവീന്ദ്രൻ എന്ന പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. രവീന്ദ്രൻ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ ഇടതും വലതും നശിപ്പിച്ച് താരാണക്കളിൽ പിടിപ്പിച്ചിരിക്കുക എന്നുള്ള ഈ ഒരു 50% എല്ലാ ആൾക്കാർക്കും ഇവിടെ മനസ്സിലായി. പിന്നെ ഒരു കുറച്ച് അടിയോർച്ച കുറെ പാർട്ടിക്കാർ മാത്രമല്ല, അവർക്കും മനസ്സിലായി വരുന്നുണ്ട് ഇത് നമ്മൾ ചതിക്കപ്പെടുമായിരുന്നു, ഈ വർഷങ്ങളോളം നമ്മളെ പറ്റിക്കുമായിരുന്നു, ഈ രണ്ടു കൂട്ടരും പറ്റിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് BJPയിലോട്ട് എല്ലാവർക്കും സ്നേഹമുള്ള പാർട്ടിയാണ് BJP. ധൈര്യമായിട്ട് പോകുന്ന BJP. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും പെമ്മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ പോകുന്ന, സ്ത്രീകൾക്കൊക്കെ ധൈര്യമായിട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ള മനസ്സിലായിക്കൊണ്ട് BJPയിലോട്ട് എല്ലാവരും പോകുന്നുണ്ട്. അതിന്റെ കലി ഇളകി അതിന്റെ വേദനാതി പട്ടും കൂത്ത് നടക്കുന്ന ഇവന്മാർ പല ഇതും കാണിക്കും. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അവിടെ നമ്മുടെ ജോസ്മോനെ അങ്ങോട്ട് കൊടുത്തപ്പോഴേക്ക് നോട്ടെണ്ണുന്ന മിഷനെ കൂട്ടിയ പാലായി ജോസ്മോനെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു വിട്ടെ. തിരിച്ചു ഇങ്ങോട്ട് കിട്ടിയത് കണ്ടോ, തീവ്രത ഇളക്കുന്ന മിഷനുള്ള ശശിയെ ഇങ്ങോട്ടും കിട്ടി. അപ്പൊ ഇവന്മാർ രണ്ടു കൂട്ടർ ചെയ്യുന്നതിന് ഈ എമ്മാടിത്തരം അറിയാം. പിന്നെ ഇതിന് ഒത്താശ കൊടുക്കുന്ന കുറെ ചാനൽ കുറവുണ്ട്. ചാനൽ ഇവർ രണ്ടു കൂട്ടരും പിടിച്ചിരിക്കുന്നത്. ഇന്നലെ ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടി ന്യൂസ് 18 പല പരിപാടി ഇറക്കിയോട് വരുന്നുണ്ട് കേട്ടോ. അവിടെ കൃഷ്ണപ്പ നമ്മുടെ കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനും അജിഷിനും കൊണ്ട് പുള്ളിക്കാരിയെ തോപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് ഇടപെടുന്നുണ്ട്. അല്ല, BJPക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാനുള്ള പരിപാടി നടക്കുമ്പോൾ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ അടിച്ചർച്ചയൊക്കെ നടത്തിയായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കണം. BJPയുടെ നേതാക്കന്മാരോട് വളരെ അത് ശ്രദ്ധിക്കണം. ആ തെറ്റിദ്ധാരണ മാറ്റി ജനങ്ങൾ കൊടുക്കണമെന്നൊന്ന് പറയണം. കാരണം നമുക്കെതിരെ നമുക്ക് 4 സൈഡിൽ നിന്ന് നമുക്ക് ശത്രുക്കളുണ്ട്. അത് ഏത് വിധത്തിലും വരാം. ചാനലായിട്ട് വരാം,
ഒരു വ്യക്തിയായിട്ട് വരാം, ഒരു സ്ത്രീയായിട്ട് വരാം, ഇതിലൊന്നും പോയി വീണേക്കല്ലോ. വളരെ രൂക്ഷമായിട്ട് നമ്മൾ നരേന്ദ്രമോദിയെ മാത്രം നോക്കുക. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അദ്ദേഹം ജനങ്ങളോട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് മാത്രം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ബാക്കി ഇവന്മാരുടെ തെറ്റുകുറ്റങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം കൽക്കൂടിയനും കുത്തിപ്പറിയാനും പീഡനക്കാരനും കുത്തിവെപ്പുകാരനും കുത്തിക്കൊല്ലുന്നവനും വെട്ടിക്കൊല്ലുന്നവനും ഒക്കെ ഇവന്മാരുടെ കൊടുത്തി, അത് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളുടെ ഇടയിലോട്ട് ഈ തെറ്റിദ്ധാരണയായ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. വാർത്തകൾ 10 പ്രാവശ്യം ചിലപ്പോൾ 1 പ്രാവശ്യമെങ്കിലും വിശ്വസിച്ച് പോകും സാറേ. അതുകൊണ്ട് ആ ഒരു ഇട കൊടുക്കാതെ നോക്കണമെന്ന് ഈ BJP നേതാക്കന്മാരോട് പ്രത്യേകം പറഞ്ഞു. ചർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞു. അവിടെ വളരെ നിഗൂഢമായിട്ട് ഒരു നീക്കം നടക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ജയിച്ചു നിൽക്കുന്ന ആളാണല്ലോ, ജയിച്ചെന്ന് ഉറപ്പായല്ലോ. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ വേണ്ടി PR വർക്ക് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോ ന്യൂസ് 8 ചർച്ച അത് തന്നെ. ന്യൂസ് 8 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, കൃഷാന്ത് ശിവന് കൃഷ്ണകുമാറിനും കൂടി തോപ്പിക്കുമോ ശോഭ എന്നാണ് ഹെഡിങ് കൊടുത്ത് അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം വളരെ വിദ്വേഷമായ ചർച്ചയാണ് നടത്തുന്നത്. ശരി രവീന്ദ്രൻ ഒപ്പം ചേർന്നതിന് നമുക്ക് നമ്മുടെ സമയം അവസാനിക്കുന്ന അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങേക്ക് 1 മിനിറ്റിൽ താഴെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും കൃഷ്ണരാജ് സാധാരണ നിലക്ക് നിരന്തരമായി തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഈ ക്രിമിനൽ സംഘങ്ങളോടൊപ്പവും അഴിമതിക്കാരോടൊപ്പവും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരോടൊപ്പവും സ്ത്രീ പീഡകരോടൊപ്പം ഒക്കെ നിലനിൽക്കുകയും അവരെ കൊണ്ടു നടക്കുകയും അവരെ സ്ഥാനാർത്ഥികളാക്കുകയും അവരെ പ്രചരണത്തിന്റെ ഭാഗമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം രണ്ട് മുന്നണികളും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. ഒറ്റപ്പാലത്തായാലും നമ്മൾ കാണുന്നത്, പത്തനാപുരത്ത് കാണുന്നത്, വടക്കൻ കേരളത്തിൽ കാണുന്ന പല വിഷയങ്ങളും പുറത്തു വരുന്നത് ഈ തരത്തിലുള്ളതാണ്. ഹരിപ്പാട് കാണുന്ന ആ തരത്തിലാണ്. നേമത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഈ തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണ സംഘങ്ങളെയും സംരക്ഷിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് പാലക്കാട് അടക്കമുള്ള പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലടക്കം ഈ തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെയും ഈ തരത്തിലുള്ള പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾക്കെതിരെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സംവിധാനത്തെ സംരക്ഷിക്കുന്ന മുന്നണികളായി രണ്ട് മുന്നണികളും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ഒപ്പം വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. നമ്മൾ ചർച്ച ചെയ്തത് കോൺഗ്രസിന് വേണ്ടി പ്രചാരണ രംഗത്തുള്ളത് കൊലപാതക കേസിലെ പ്രതിയും സ്ത്രീ പീഡകനും അമ്പലക്കള്ളനും ഒക്കെയാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഭികാമ്യമോ? ഈ പ്രതികളുടെ ഛായ കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താണ്?